ഹായ് ഓൾ, നമ്മൾ എല്ലാവരും കാത്തിരിക്കുന്ന സെൻട്രൽ ഗവൺമെന്റ് ഒരു നോട്ടിഫിക്കേഷൻ ആണ് SSC ജൂനിയർ എഞ്ചിനീയർ നോട്ടിഫിക്കേഷൻ. നമുക്ക് വർഷാവർഷം നടത്തുന്ന ഒരു പരീക്ഷയാണ് സിവിൽ, മെക്കാനിക്കൽ അതുപോലെ തന്നെ ഇലക്ട്രിക്കൽ എഞ്ചിനീയേഴ്സിനുള്ള ഒരു കേന്ദ്ര സർക്കാർ ജോലിയിലേക്കുള്ള ഒരു മികച്ച അവസരം കൂടിയാണ് SSC JEE എന്ന് പറയുന്നത്. അപ്പോൾ ഓൾറെഡി നിങ്ങൾ SSC JEEക്ക് അപ്ലൈ ചെയ്തവരായിരിക്കും. അങ്ങനെയാണെങ്കിൽ SSC JEEയുടെ ഡേറ്റ്സ്, ഒഫീഷ്യൽ എക്സാം ഡേറ്റ്സ് SSC JEE ഒരു കലണ്ടർ ആയിട്ട് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അതായത് SSC JEEയുടെ മാത്രമല്ല, നമുക്ക് ബാക്കി SSC നടത്തുന്ന എക്സാംസിന്റെ ഡേറ്റ്സ് വന്നിട്ടുണ്ട്. അക്കൂട്ടത്തിൽ നമ്മുടെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഡേറ്റ് എന്ന് പറഞ്ഞാൽ SSC ജൂനിയർ എഞ്ചിനീയർ എക്സാം ആണ്. സിവിൽ, മെക്കാനിക്കൽ, ഇലക്ട്രിക്കൽ കഴിഞ്ഞ ഉദ്യോഗാർത്ഥികൾക്ക്, ഡിപ്ലോമയാണ് ക്വാളിഫിക്കേഷൻ, ബിടെക്, എംടെക് കഴിഞ്ഞ ഉദ്യോഗാർത്ഥികൾക്കും ഈ ഒരു പരീക്ഷയ്ക്ക് അപ്ലൈ ചെയ്യാനും അപ്പിയർ ചെയ്യാനായിട്ട് സാധിക്കും. സോ ഈ വർഷത്തെ, അതായത് 2025 SSC JEE എക്സാം ഡേറ്റ്സ് എന്ന് പറയുന്നത് 3 മുതൽ 6 ഡിസംബർ വരെയാണ് നമുക്ക് SSC കലണ്ടറിൽ പബ്ലിഷ് ചെയ്തിരിക്കുന്നത്. അതായത് പല ഷിഫ്റ്റ് ആയിട്ടാണ് നടത്തുന്നത്. അതുകൊണ്ടാണ് 3 മുതൽ 6 ഡിസംബർ വരെ 3 ദിവസമായിട്ടായിരിക്കും ഉള്ളത്. അപ്പൊ നിങ്ങൾ കറസ്പോണ്ടിങ് പോസ്റ്റുകളൊക്കെ പ്രിഫറൻസ് കൊടുത്ത് അപ്ലൈ ചെയ്ത ഒരു പരീക്ഷയായിരിക്കും. അപ്പൊ എന്തുകൊണ്ടും സിവിലും മെക്കാനിക്കലും കെമിക്കൽ കഴിഞ്ഞ ഉദ്യോഗാർത്ഥികൾക്ക് കേന്ദ്ര സർക്കാർ ജോലി എന്നൊരു സ്വപ്നം ഉണ്ടെങ്കിൽ SSC JEE സുഖമായിട്ട് ഓപ്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പം ഓൾറെഡി അപ്ലൈ ചെയ്തവരാണെങ്കിൽ നിങ്ങൾക്ക് 3 മുതൽ 6 ഡിസംബർ വരെയാണ് ഈ ഒരു എക്സാമിനുള്ള ഡേറ്റ് വരുന്നത്. അപ്പൊ നമുക്ക് ഏറ്റവും വലിയൊരു ബ്ലെസ്സിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിവിലുകാരെ സംബന്ധിച്ച് അവർക്ക് PWD എക്സാമും ഡിസംബറിൽ തന്നെ ഉണ്ടായിരുന്നു. പക്ഷെ അത് ഇലക്ഷൻ കാരണത്താൽ മാറ്റി വെച്ചത് കൊണ്ട് SSC JEE കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കും. കാര്യം ടെക്നിക്കൽ പോർഷൻസ് ഇപ്പൊ നിങ്ങൾ സ്ട്രോങ് ആണ്. ബാക്കി കുറച്ച് നോൺ ടെക്നിക്കൽ പോർഷൻസ് കൂടെ പഠിച്ചു കഴിഞ്ഞാൽ SSC JEE ക്രാക്ക് ചെയ്യാനും എളുപ്പമാണ്. സിവിലിന് നല്ല വേക്കൻസീസും ഉണ്ട്. ഇനി മെക്കാനിക്കൽ അതുപോലെ തന്നെ ഇലക്ട്രിക്കൽ കഴിഞ്ഞ ഉദ്യോഗാർത്ഥികളാണെങ്കിലും ഓൾറെഡി പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് ഈ ഡേറ്റ്സ് ഓർത്ത് വെക്കാം. 3 മുതൽ 6 ഡിസംബർ വരെയാണ് നമ്മുടെ പരീക്ഷ നടക്കുന്നത്. ഇനി ഒരു കാര്യം കൂടി പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് RRB JEE നോട്ടിഫിക്കേഷൻ ഓൾറെഡി പബ്ലിഷ്ഡ് ആയിട്ടുണ്ട്. നിങ്ങൾ എല്ലാവരും അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. RRBയും SSC JEEയും ഒരുമിച്ച് പഠിക്കാൻ സാധിക്കുന്ന ഒരു പരീക്ഷയാണ്. കുറച്ച് കോമൺ എലമെന്റ്സ് ഉള്ളത് കൊണ്ട് തന്നെ. അപ്പൊ അതുകൊണ്ട് തന്നെ SSC JEE ഈ ഡിസംബറിലെ പരീക്ഷയ്ക്ക് നിങ്ങൾ ആത്മാർത്ഥമായി പഠിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ അതേ സെയിം ടാക്ടിക്സ് നമുക്ക് RRB JEEക്കും യൂസ് ചെയ്യാവുന്നതാണ്. RRB JEEയും മികച്ച ഒരു അവസരം തന്നെയാണ്. അത് സിവിൽ, മെക്കാനിക്കൽ, ഇലക്ട്രിക്കൽ ഉദ്യോഗാർത്ഥികൾക്കും അപ്ലൈ ചെയ്യാൻ പറ്റിയ ഒരു പരീക്ഷ തന്നെയാണ്. അപ്പം RRB JEEയും SSC JEEയും കമ്പൈൻ ചെയ്ത് പഠിക്കുന്ന ഒരു വളരെ മികച്ച ഒരു തീരുമാനം തന്നെയാണ്. സോ RRB JEEയുടെ പോസ്റ്റ്സ് നമുക്ക് എൻട്രിയിൽ അവൈലബിൾ ആണ്. അപ്പൊ SSC JEE ഓൾറെഡി പഠിച്ചവരാണെങ്കിൽ, ഓൾറെഡി അപ്ലൈ ചെയ്ത് പരീക്ഷയ്ക്ക് കാത്തിരിക്കുന്നവർക്ക് ഉള്ള ഒരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആണിത്. ഡേറ്റ്സ് മറക്കണ്ട. ഡിസംബർ 3 മുതൽ 6 വരെയാണ് SSC ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത്.